ആണുങ്ങളെ കാണുമ്പോൾ അടങ്ങി ഒതുങ്ങി നടക്കണമെന്ന് പല അമ്മമാരും പെൺകുട്ടികളെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ പലരും അത് പാലിക്കാറില്ല. സ്വതവേ ആണുങ്ങളെ കാണുമ്പോൾ നല്ല അട്രാക്ഷൻ തോന്നുന്ന സ്ത്രീകളുമുണ്ടല്ലോ, ഒതുങ്ങി നടക്കാത്തവരുമുണ്ട്. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ എപ്പോഴും താല്പര്യം തോന്നുകയാണെങ്കിൽ അതിൽ ചില ഇഷ്യൂസ് അല്ലേ. എന്തായാലും രേഷ്മയുടെ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മാഡം, എൻ്റെ പേര് രേഷ്മ. യഥാർത്ഥ പേരല്ല. എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ കഥ പറയാൻ എനിക്ക് തെല്ലും നാണമില്ല. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് മുതിർന്ന സ്ത്രീകളുടെ അതേ രൂപവും ഭാവവും ഒക്കെയായിരുന്നു. ശരീരപുഷ്ടി ധാരാളമായി ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ച് അമ്മയാണ് എന്നോട് തുറന്നു പറഞ്ഞത്, മോളെ, നീ മറ്റു കുട്ടികളെപ്പോലെയല്ല. നിൻ്റെ സ്കൂളിൽ ഏറ്റവും വലിയ കുട്ടി നീയാണ്. ഒരു മുതിർന്ന യുവതിയെപ്പോലെയാണ് നിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് കൂടെ പഠിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും ബസ്സിൽ പോകുമ്പോഴോ വഴിയിൽ കാണുന്ന ആണുങ്ങളോ ഒക്കെ നിന്നോട് കൂടുതൽ അടുത്ത് പെരുമാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിയും കണ്ട് നടക്കണമെന്ന്. എനിക്കതൊന്നും മനസ്സിലായില്ല. കാര്യം സൗന്ദര്യവതിയായ എനിക്ക് ആണുങ്ങൾ എന്നെ നോക്കുന്നത് വലിയ ഹരമായിരുന്നു. അവർ അടുത്ത് പെരുമാറാൻ ശ്രമിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. കാണാൻ കൊള്ളാത്ത ആൾക്കാരെ ഞാൻ അടുപ്പിക്കില്ല. സൗന്ദര്യമുള്ളവരെ ഞാൻ ആവോളം അടുപ്പിക്കും. കാണാൻ കൊള്ളാവുന്ന ഏത് പയ്യൻ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോഫി കുടിക്കാൻ വിളിച്ചാലൊക്കെ ഞാനങ്ങ് പോവുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു വട്ടം അമ്മ ഇത് കണ്ടുപിടിച്ചു. കാര്യം ടൗണിൽ വന്നപ്പോൾ ഞാനൊരു ചെക്കനും കൂടെ ബേക്കറിലിരിക്കുന്നു. അന്ന് അമ്മ എന്നെ വിളിച്ചോണ്ട് പോയി ഒത്തിരി വഴക്ക് പറഞ്ഞു. തല്ലില്ലെന്നേ ഉള്ളൂ. എടി, സൂക്ഷിച്ച് നടക്കണം, ഒത്തിരി അബദ്ധം പറ്റും. അബദ്ധം പറ്റാനുള്ള പ്രായം നിനക്കായി, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോഫി കുടിച്ചാൽ അങ്ങനെ അബദ്ധം പറ്റുമോ? എന്നെ കൂടെ നീ പറയിപ്പിക്കരുത്, ഞാൻ കോഫി എന്ന് പറഞ്ഞ് അമ്മ അന്ന് വിശദമായി എല്ലാം പറഞ്ഞു തന്നു. ആണുങ്ങളുടെ ലക്ഷ്യം ഇതൊക്കെയാണ്. ആദ്യം അവർ പോപ്പോയിൽ തുടങ്ങും, പിന്നെ അവർ പുഴയിലിറങ്ങി പുഴവെള്ളം കലക്കുമോളെ. കലക്കി കഴിഞ്ഞാൽ പിന്നെ നീ രക്ഷയില്ലാത്ത കയത്തിലാകും എന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മ ഭൂമിശാസ്ത്രവും ജീവശാസ്ത്രവും ഒക്കെ പറഞ്ഞു തന്നപ്പോഴാണ് അതിൻ്റെ ഗുഡൻസ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. അറിയാം, ആഗ്രഹമുണ്ട്. എന്നാലും അമ്മ പറഞ്ഞപ്പോൾ പ്ലസ്സും മൈനസും എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മ എന്നോട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നടക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് ആണിനും പെണ്ണിനും എല്ലാം പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തു കുറച്ച് അടങ്ങിയേക്കാം. എന്നാലും കോഫി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഒന്ന് കറങ്ങാൻ പോകാം. അവന്മാർ ഐസ്ക്രീം മേടിച്ചു തന്നാൽ അത് വാങ്ങിക്കാം. ഇനി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തന്നാൽ അത് വേണ്ടാന്നെങ്ങനെ പറയുക? അമ്മ പറഞ്ഞു, അതൊക്കെ ഓക്കെ, വേണമെങ്കിൽ നീ ചുറ്റി നടന്നോളൂ. പക്ഷേ അബദ്ധം ഉണ്ടാക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. നിൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാമല്ലോ, അങ്ങനെ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ 2 പെണ്ണുങ്ങളും കൂടി മാനേജ് ചെയ്യേണ്ടി വരും. പിന്നെ വലിയ പേരുദോഷവും ആകും. അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഷ്ടിച്ച് പിടിച്ച് നിന്നേ ഉള്ളൂ. പക്ഷേ കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോസ്റ്റലാണ് നിന്നത്, എന്ന് വെച്ചാൽ പേയിങ് ഗസ്റ്റായിട്ട്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം കൂടി. എൻ്റെ ജില്ലയല്ല, വേറൊരു ജില്ല. അവിടെ തന്നെ ആർക്കും അറിയില്ല. എനിക്ക് കറങ്ങുകയോ കറങ്ങാതിരിക്കുകയോ ചാടുകയോ ഓടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ആവേശങ്ങൾ കൂടുതലായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കോളേജിൽ സാമാന്യം സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരെന്നെ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്കുറപ്പാണ്. എൻ്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. ആദ്യ ദിവസം തന്നെ ഞാൻ സൂപ്പർ ഹിറ്റായിരുന്നു. എല്ലാവരും വന്ന് എന്നെ പരിചയപ്പെട്ടു. സീനിയേഴ്സൊക്കെ വന്ന് വലയങ്ങ് വിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ വലയിൽ ചാടാൻ തയ്യാറായി നിൽക്കുന്ന പൂച്ചക്കുട്ടിയെ പോലെയായിരുന്നു. സൗന്ദര്യമുള്ള ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള സ്ത്രീയാണ്. പുരുഷന്മാർക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ സ്ത്രീകൾക്ക് എന്തു മടി? ഏതൊരു സ്ത്രീയും സൗന്ദര്യമുള്ള ഒരാണിനെയല്ലേ കൊതിക്കുന്നത്? കരയിലേക്ക് തിരകളോടൊപ്പം മീൻകൂട്ടങ്ങൾ ചാകര പോലെ വന്ന് കയറുന്നത് എല്ലാവരും കണ്ടിട്ടില്ലേ? ആ അവസ്ഥയായിരുന്നു എനിക്ക്. ആരെ പ്രേമിക്കണം, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. നറുക്കെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്നും ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളുടെ ഓഫറുകളാണ് ഞാൻ ആദ്യം തൊട്ടേ സ്വീകരിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റായിട്ടാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് പ്രേമിച്ചാൽ കല്യാണം കഴിക്കാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ പ്രേമം എനിക്ക് നിരസിക്കാനും തോന്നില്ല എന്നൊക്കെ അവിടെയും ഇവിടെയും തൊടാതെ പറയും. പിന്നെ അവന്മാരുടെ കൂടെ കറങ്ങി നടക്കും. മാക്സിമം കാര്യങ്ങളിൽ അവർക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കും. പോപ്പോ ഒന്നും എനിക്കൊരു വിഷയമേ അല്ല.
പതിയെ പതിയെ കോളേജിൽ പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത രീതിയിൽ വ്യത്യാസങ്ങളുണ്ടായി. അമ്മ എന്നോട് ചോദിച്ചു, എടി സത്യം പറ, ഇതെന്താണെന്ന്. ഞാൻ പറഞ്ഞ, അമ്മേ, എനിക്ക് ചില ആളുകളെ കാണുമ്പോഴേക്കും കൺട്രോൾ ഇല്ലയെന്ന്. അമ്മ പറഞ്ഞു, സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അമ്മ പറഞ്ഞതുപോലെ വലിയ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന്. ഒരു ദിവസം അമ്മ പറഞ്ഞു, മോളെ, ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ആളുകൾ നോട്ടീസ് ചെയ്യും. നീ കല്യാണം കഴിക്കുമ്പോൾ അതൊരു പ്രശ്നമാകും. ഭർത്താവിന് മനസ്സിലാകും നീ ആടിയും പാടിയും നടന്നവളാണെന്ന്. ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. നിനക്കെങ്ങനെ അറിയാം? നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. മോളെ, സൗന്ദര്യമുള്ള നിൻ്റെ അടുത്ത് ഒത്തിരി പേർ അടുക്കാൻ വന്നു കഴിഞ്ഞാൽ നീ അത് വലിയ കാര്യമായിട്ട് വിചാരിക്കരുത്. വിവാഹ ജീവിതത്തിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. വിശാലമായ ഹൈവേയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നീ കണ്ടിട്ടില്ലേ? വിശാലമായെന്ന് വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും കുറയില്ലെന്ന് അമ്മ പറഞ്ഞു. എന്നാലും അമ്മ പറഞ്ഞതൊന്നും എനിക്കങ്ങോട്ട് വകവയ്ക്കാൻ തോന്നിയില്ല. ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോൾ മുതൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടാൻ തുടങ്ങി. എനിക്ക് വെറും പോപ്പോ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. അതിലും മികച്ച കാര്യങ്ങളിലേക്ക് കടന്നു കയറാനും ആഴ്ന്നിറങ്ങാനും ഞാൻ തയ്യാറായിരുന്നു. അമ്മ അറിയാതെ പല ഭൂഗർഭജല ഗവേഷണ പദ്ധതികളിലും ഞാൻ ഭാഗമായി. വെറൈറ്റികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം. ആരോടും ഞാൻ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തില്ല. ഒത്തുപോകാം, സമയം കിട്ടുമ്പോൾ സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ഒന്നിച്ചുല്ലസിക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ബാധ്യതകളും വളരെ കുറവായിരുന്നു. അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ എൻ്റെ ബാഗിൽ തന്നെ കരുതലുകൾ കൊണ്ടാണ് ഞാൻ നടന്നിരുന്നത്. ഒരു വട്ടം അമ്മ അത് കണ്ടുപിടിച്ചു. എന്താണിതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞമ്മേ, ഇപ്പോൾ എനിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ആട്ടവും പാട്ടുമാണ്. അതിനിടയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു മുൻകരുതലെടുത്താണെന്ന്. അന്ന് അമ്മ എന്നെ പിന്നെയും വഴക്ക് പറഞ്ഞു. എടീ, ഇത്ര ആവേശം പാടില്ല. സ്ത്രീകൾക്ക് സമൂഹം കൽപ്പിച്ചു തന്ന കുറേ നിയന്ത്രണങ്ങളുണ്ട്, അതിനുള്ളിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് പറ്റുന്നില്ല. കൺട്രോൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വിവാഹ ജീവിതം ശരിയാകില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വിവാഹമൊന്നും കഴിക്കണ്ട, സ്വന്തമായി നടക്കാനാണ് ഇഷ്ടമെന്ന്. അമ്മയപ്പോൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഞാനത് കേട്ടില്ല. കേൾക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ PG പഠിക്കുന്ന ലാസ്റ്റ് ഇയറാണ് എനിക്കൊരു വിവാഹാലോചന ഇങ്ങോട്ട് വന്നത്. എന്നെ അടുത്തറിയാവുന്ന കണ്ടു പരിചയമുള്ള ഒരാളായിരുന്നു. നല്ല ഉദ്യോഗവുമുണ്ട്. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പറഞ്ഞോളാം ഞാൻ പറഞ്ഞു. വിവാഹ ജീവിതത്തിലേക്ക് ഇനി കടക്കാം. കാര്യം, നല്ല സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ, സമ്പത്തുണ്ട്. അതുമാത്രമല്ല എന്നോട് അതിഭയങ്കരമായ സ്നേഹവും. ഞാൻ നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സർവത്ര ഫീച്ചറും അയാളിലുണ്ട്. പിന്നെ കല്യാണം കഴിച്ചാൽ എന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്നും ജോളിയ ജിങ്കാന എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ 23-ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടതും നടന്നതും. ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് എന്നോട് നല്ല സ്നേഹവും ആവേശവും ഒക്കെയായിരുന്നു. ഞാൻ ഒന്നും അറിയാത്തവളാണെന്ന് ഭാവിക്കാൻ ഒത്തിരി പാടുപെട്ടു. സ്നേഹം കൊണ്ട് ആണുങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആദ്യത്തെ കുറേ നാളൊന്നും വലിയ പ്രശ്നമില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നി. പിന്നീട് പകൽ വെട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും നന്നായി അറിഞ്ഞു വന്നപ്പോഴാണ് ഭർത്താവ് ഓരോ സംഭവങ്ങളും ഓരോ സംശയങ്ങളും എന്നോട് ചോദിക്കാൻ തുടങ്ങിയത്. കാര്യം, എനിക്ക് പലപ്പോഴും ചില പാടുകളുണ്ടായിരുന്നു. ആ പാടുകൾ കണ്ടാലറിയാം എന്താണെന്ന്. അപ്പം ഓർക്കും എന്താണെന്ന്. ഞാനതിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു ഫലം മൂത്തോ കായ്ച്ചോ എന്നറിയാൻ വേണ്ടി പലരും കടിച്ചു നോക്കും എന്ന് പറഞ്ഞ ഒരു ഉദാഹരണമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിന് പല പാടുകളും പല കാര്യങ്ങളും അനന്തരഫലമായി ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അവശേഷിച്ചിരുന്നത് എൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ചു. സംശയത്തോടുകൂടി എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതുപോലെ അമ്മ പറഞ്ഞ വിശാലമായ ഹൈവേയുടെ കാര്യവും ഭർത്താവ് എന്നോട് തുടരെ ചോദിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഭർത്താവിൻ്റെ ഫ്രണ്ട്സ് പിന്നെ കൂടെ പോകുമ്പോഴൊക്കെ അതീവ സൗന്ദര്യമുള്ള ആൺകുട്ടികളെ കാണുമ്പോൾ എൻ്റെ കണ്ണും മനസ്സും ഒക്കെ മാറും. എൻ്റെ ചേഷ്ടകൾ കണ്ട് ഒരു ദിവസം ഭർത്താവ് വഴക്ക് പറയുകയും ചെയ്തു. അതോടുകൂടി ഞങ്ങൾ തമ്മിൽ കലഹങ്ങളുണ്ടായി. ആദ്യമൊക്കെ ഞാൻ പിടിച്ചു നിന്നെങ്കിലും ഒരു ദിവസം എന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളതെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. അതെ, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ആരോപിച്ചു ഞാൻ 100ഉം
110 കടന്നവളാണെന്ന്. അതോടുകൂടി പിന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞു. എൻ്റെ അച്ഛനാണെങ്കിൽ സൈലൻ്റ് ക്യാരക്ടറാണ്, പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അമ്മ ഒത്തിരി കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭർത്താവ് ഞാൻ പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറഞ്ഞു ഇവൾ ശരിയാകില്ലെന്ന്. അങ്ങനെ ആ ബന്ധം 1.5 വർഷത്തിനുള്ളിൽ പിരിഞ്ഞു മാഡം. ഞാൻ വീട്ടിൽ വന്ന് നിന്നു. അന്ന് അമ്മ എന്നോട് പറഞ്ഞു, എടി എന്തോ ഒരു നല്ല സൗന്ദര്യമുള്ള ചെക്കനായിരുന്നു, നല്ല ജോലി, നല്ല തണ്ടും തടിയും, ഉദ്യോഗം, സാഹചര്യങ്ങളും കൊള്ളാം. എന്നിട്ട് നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന്. പാടും കടപ്പാടും എല്ലാം കൊണ്ട് നീ വന്നിരിക്കുകയാണ്. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? അറിയാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് പ്രശ്നങ്ങളാകുമെന്ന്. നീ ഇല്ലടി പറഞ്ഞത്. നീ എല്ലാം അങ്ങ് നോക്കുകയായിരുന്നു. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ശ്രദ്ധിച്ചു. നിനക്ക് സുരക്ഷിതത്വം മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയല്ലേ പറഞ്ഞ് അബദ്ധങ്ങളൊന്നും പറ്റരുതെന്ന്. ആ അബദ്ധങ്ങളുടെ കാര്യം മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. എടി ഈ തെളിവുകളും ഒരബദ്ധമാണ്. ഇങ്ങനെയൊന്നും ഒരു സ്ത്രീയും മതിച്ചു നടക്കാൻ പാടില്ല. അത് ശരിയാകില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കൂ. നിനക്ക് രണ്ടാമതൊരു കല്യാണമെങ്കിലും പെട്ടെന്ന് നടത്താൻ ഞാൻ നോക്കട്ടെ. കാര്യം സൗന്ദര്യമുള്ളതുകൊണ്ട് തീർച്ചയായും രണ്ടാമതൊരുത്തം വരും. ഏതെങ്കിലും ഒരുത്തിന് തലയിൽ കയറിക്കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കണം. എനിക്കിപ്പോഴെങ്ങും കല്യാണം വേണ്ട അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി ഞാൻ നോക്കട്ടെ, നീ ഒന്ന് സമാധാനപ്പെട. ഏതെങ്കിലും പാവം ഒരുത്തിന് മാത്രമാണ് നിനക്ക് നീ യോജിക്കുക. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നീ കല്യാണം കഴിക്കണം. ഇങ്ങനൊന്നും ചാടി നടന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങും എത്തില്ല മോളെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യം എൻ്റെ ഭർത്താവ്, ആദ്യത്തെ ഭർത്താവ്, അങ്ങയുടെ സിറ്റുവേഷനും കാശും എല്ലാം നല്ലതായിരുന്നു, അങ്ങേര് നല്ലതായിരുന്നു. പക്ഷേ അവസാനം എൻ്റെ തുറന്നു പറച്ചിൽ, എൻ്റെ രഹസ്യമില്ലായ്മ, കൂസലില്ലായ്മ ഒക്കെ എനിക്ക് പ്രശ്നമായി. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അമ്മ പറഞ്ഞതിൽ പാതിയെങ്കിലും കേൾക്കണം. ഈ സമയത്ത് അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കുഴപ്പമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ മൗനം പാലിച്ചു. പക്ഷേ എനിക്ക് അടങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. ഭർത്താവ് ഒന്ന് കാണട്ടെ എന്ന് വെച്ച് ഞാൻ റീൽസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ പ്രശസ്തയായി. അതുമാത്രമല്ല എനിക്ക് ചെറിയൊരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു. രാവിലെ ഒരുങ്ങി ഞാൻ പോകും, വൈകിട്ട് വരികയും ചെയ്യും. വലിയ പണിയൊന്നുമില്ല, റിസപ്ഷനിസ്റ്റാണ്. ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ജോലിക്ക് ഇറങ്ങിപ്പോയപ്പോഴും പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായപ്പോഴും ഒത്തിരി പേർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. സൗന്ദര്യം പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഒരിടത്തും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി മാഡം. പതിയെ ഞാൻ എൻ്റെ പഴയ വിവാഹ ജീവിതമൊക്കെ മറന്നിട്ട് ആക്റ്റീവാകാൻ തുടങ്ങി. എൻ്റെ പുറകെ പലരും നടക്കാൻ തുടങ്ങി. അത് ഞാൻ ആസ്വദിച്ചു. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നതുകൊണ്ട് സ്വതന്ത്രയായി ഞാൻ പലപ്പോഴും കറങ്ങാൻ പോയി. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതയാക്കാൻ ഞാൻ ശ്രമിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിലാണല്ലോ മാഡം ഏറ്റവും കൂടുതൽ സുന്ദരന്മാരെ തിരഞ്ഞാൽ കിട്ടുക. പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അത്ര ആളുകൾ കാണില്ല. അങ്ങനെ അയക്കുന്ന ഓരോരുത്തരിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് ഞാൻ അവർക്ക് ഒരു സന്ദർശനം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ എവിടൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പഴയതിലും സൂപ്പർ ഹിറ്റായി മാറി എൻ്റെ ജീവിതം. ഇതിനിടയ്ക്ക് ആവേശക്കൂടുതൽ കൊണ്ട് ഒരാൾ എന്നെ കാണാൻ വന്നു. അതോടുകൂടി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ ഒരുങ്ങിപ്പോകുന്നത് ഇതിനൊന്നുമല്ലെന്ന്. എൻ്റെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് അമ്മ പരിശോധിച്ചു. അതിൽ നിന്നും എല്ലാം വെളിവായി. എടി നീ ഇനിയും അടങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൈ മലർത്തി. മനഃശാസ്ത്രപരമായ ഒരു പ്രോബ്ലമാണ് അമ്മ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ ആദ്യമായി 2 എണ്ണം തന്നു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മനഃശാസ്ത്രപരമായ പ്രോബ്ലം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നീ തിരഞ്ഞെടുത്തോ, ഇല്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ ഞാൻ ഇറക്കിവിടും എന്നമ്മ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്. ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് ഒഴിഞ്ഞതാണെന്ന്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ കല്യാണം ഒന്ന് നിശ്ചയിച്ച് കല്യാണത്തിന് അന്ന് തന്നെ മുടങ്ങിപ്പോയതാണ്. പിന്നീട് നല്ലൊരു ബന്ധം നടന്നില്ല. 6 മാസത്തിന് മുമ്പാണ് പുള്ളിക്ക് ഗവൺമെൻറ്റിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയതെന്നും പറഞ്ഞു. എന്തായാലും ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നി. എങ്കിൽ ഞാനൊരു വാണിംഗ് കൊടുത്തു. ഇതൊക്കെ ഓക്കെയാണ്, എനിക്ക് നിങ്ങളോട് വിരോധവുമില്ല. പക്ഷേ എൻ്റെ ആദ്യത്തെ ഭർത്താവ് ഒരു സംശയരോഗിയായിരുന്നു. ഞാൻ എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, ഇടപഴകുകയും ചെയ്യും. അതൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി സംശയാസ്പദമായി അങ്ങേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ വിവാഹ ജീവിതം പെട്ടെന്ന് പിരിഞ്ഞത്. ഞങ്ങൾ തമ്മിൽ അടുപ്പമൊന്നും ഉണ്ടായി വരുന്നതിന് മുമ്പ് തന്നെ അത് കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞു.
എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കണ്ടേ, ഈ ബന്ധം നല്ലതാണെന്ന് എനിക്ക് തോന്നി. പുള്ളിക്കാരൻ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമല്ല, ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കാം. എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഇഷ്ടമാണ് പ്രധാനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ വരുമെന്ന്. അമ്മയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നുമോളെ, നാഷണൽ ഹൈവേ കൂടെ ട്രെയിൻ ഓടുമെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും മോൾക്ക് ട്രെയിനും പ്ലെയിനും ഒക്കെ വന്നിറങ്ങുന്നുണ്ടല്ലോ, അത് നമ്മുടെ ഭാഗ്യം, സൗന്ദര്യമാ മോളെ, എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എടീ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിയണേ, അമ്മയ്ക്ക് നീ ടെൻഷൻ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നാന്തര പുളിങ്കൊമ്പാണ്, ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല. പക്ഷേ സൗന്ദര്യം ആവറേജ് മാത്രമേ ഉള്ളൂ. അത് മാത്രവുമല്ല അമ്മേ, എന്തൊക്കെയോ ചില കുറവുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടീ, കുറവുകളുണ്ടെങ്കിലും ഒരു പോഴനെയാണ് നിനക്ക് ഭർത്താവായി കിട്ടുന്നെങ്കിൽ നീ ഭാഗ്യവതിയാണ്. നീ വളച്ചാൽ അവൻ വളയണം, നീ ഒടിച്ചാൽ അവൻ ഒടിയണം. അങ്ങനെ ഒരാളാണ് നിനക്ക് ഭർത്താവായി നല്ലത്. ഞാൻ പറഞ്ഞു, അക്ഷരം പ്രതി അമ്മ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പാണെന്ന് തോന്നി. എൻ്റെ സൗന്ദര്യം കണ്ട് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണെന്ന്. എങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വീട്ടുകാരെ കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ഒരു കഥ ഇറക്കി. എൻ്റെ മോള് എട്ടും പൊട്ടും തിരിയാത്തൊരു പെണ്ണായിരുന്നു. സംശയരോഗിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ജീവിതം താറുമാറായി. നല്ലൊരു വിവാഹബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെയാണ് എല്ലാം കുഴപ്പത്തിലായത് എന്ന് പറഞ്ഞ് അമ്മയും ഒരു പൂങ്കണ്ണീർ പൊഴിച്ചു. കൂടെ ഞാനും. അവർക്ക് വല്ലാതെ ഇംപ്രഷനായി. 2 മാസത്തിനുള്ളിൽ ആ കല്യാണം നടന്നു. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലായി. ജോലിക്ക് പിന്നെ വിട്ടില്ല. ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷേ ഏതോ ഒരു സിനിമയിൽ നായിക പറഞ്ഞതുപോലെ ആനയുടെ പുറത്ത് കൊതുക് വന്നിരുന്നാൽ എന്ത് ഗുണം എന്ന് പറഞ്ഞതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഒന്നും അറിയാത്തവളെ പോലെ അവിടെ അഭിനയിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ആദ്യത്തെ ആൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങേർക്കങ്ങ് സംശയമായിരുന്നു. ആദ്യ ദിവസം തന്നെ അങ്ങേർ എന്നോട് വളരെ വിചിത്രമായാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എതിർത്ത് നിൽക്കുകയായിരുന്നു ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഏതോ പുതിയ കനി മാന്തോട്ടത്തിൽ പൂത്തതുപോലെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അതീവ സുന്ദരിയായി നിന്നെ കിട്ടിയതിൻ്റെ ഭാഗ്യം, 2ാം കെട്ടുകാരെ വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് സമാധാനമായെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആദ്യം മുതലേ അഭിനയം കാഴ്ചവെച്ചത് ഒട്ടും കുറച്ചില്ല. അയ്യോ വയ്യ, ശരിയാകില്ല, പേടിയാണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ 2-3 ആഴ്ച നന്നായി ഒന്ന് അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഒരു കുഴപ്പവുമില്ല. നാഷണൽ ഹൈവേ തുറന്നു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആദ്യത്തെ വിവാഹത്തിലുണ്ടായ ഒരു ബുദ്ധിമുട്ടും എനിക്ക് 2ാമത്തെ വിവാഹത്തിലില്ല. സംശയവുമില്ല. ഒരു പാടുമില്ലാത്തൊരു ജീവിതമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. എങ്കിലും എപ്പോഴും എനിക്ക് അസംതൃപ്തികളായിരുന്നു. അമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ഇതൊന്നുമല്ല എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം അമ്മ പറഞ്ഞു, തൽക്കാലം ഉള്ളത് കൊണ്ടോണം മോളെ, നീ വേലി ചാടരുത്. വേലി ചാടിക്കഴിഞ്ഞാൽ എന്താ നടക്കാമെന്ന് എനിക്കറിയാമല്ലോ. ഇല്ലമ്മേ, ഇല്ല, ഈ പൊട്ടുവെള്ളരി തോട്ടത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പൊട്ടിച്ചിരിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പോയി നിൽക്കേണ്ടത് അനിവാര്യമായി. ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഭർത്താവിനോ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ മിക്കവാറും ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. ഒരു 6-7 മാസം മുമ്പാണ് എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളുടെ മകൻ അവിടെ പഠിക്കാൻ വന്നത്. അവന് ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി വന്നതാണ്. PG കഴിഞ്ഞ് 1 വർഷത്തെ സ്പെഷ്യൽ കോഴ്സിന് അവൻ ഇവിടെ വന്നു. ഇവിടെയാണ് അതുള്ളത്. അവൻ വീട്ടിലാണ് വന്നത്. പക്ഷേ ഒരു 5-6 വർഷമായിട്ട് ഞാൻ അവനെ അടുത്ത് കണ്ടിട്ടില്ല. ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴും വിളിക്കും, അത്ര മാത്രമേ ഉള്ളൂ. വന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. കാര്യം ഒത്തൊരു പുരുഷനായിരിക്കുന്നു. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് അവനാണ്. എനിക്ക് തോന്നുന്നു മാമിയുടെ സൗന്ദര്യം അവന് മൊത്തം അങ്ങ് കിട്ടിയിരിക്കുകയാണ്. ഈ അവന ദേവനോ അതോ മുകളിൽ നിന്ന് വന്ന ഗന്ധർവനോ? ഇവനെ കണ്ടാൽ എന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ 100 പേര് ഓടിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അവനെ ബന്ധനസ്ഥനാക്കും എന്നെനിക്ക് തോന്നിപ്പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കണ്ടപ്പോഴേ എൻ്റെ കൺകാഴ്ചകളെല്ലാം അങ്ങ് മാറിപ്പോയി. ഇതിനിടയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ അമ്മയോട് പറഞ്ഞു, മക്കളെ, കുട്ടികളുണ്ടാകാനുള്ള സമയമൊക്കെയായി, നിങ്ങൾ അത് നീട്ടിക്കൊണ്ട് പോകരുതെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ലമ്മേന്ന്. പക്ഷേ ഒരിക്കൽ പോലും പരിശോധിച്ച് നോക്കിയിട്ടുമില്ല. ഡോക്ടറെ ഒട്ടും കണ്ടിട്ടുമില്ല. എനിക്ക് തോന്നിയത് എനിക്കല്ല കുഴപ്പം, ഭർത്താവിനാണെന്ന്. അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ മെല്ലെപ്പോക്കുകാരനൊക്കെ എങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തു. എങ്കിലും അതിലൊന്നും ഞാൻ പെട്ടെന്ന് പരിശോധനകൾക്ക് വിധേയയാകാൻ തയ്യാറല്ല.
കാര്യം സംശയങ്ങൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാലോ എന്നോർത്ത് ഞാൻ നാച്ചുറലായി എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയാണ്. ചെക്കനോടുള്ള എൻ്റെ അമിത വാത്സല്യ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് വാൺ ചെയ്തു, വേണ്ട, ശരിയാകില്ല, നിൻ്റെ ഉള്ളിൽ എന്താ ഓടുന്നതെന്ന് എനിക്കറിയാമെന്ന്. ഞാൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മുറച്ചെറുക്കനല്ലേ, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനാണെങ്കിൽ ആദ്യം വളരെ ഫോർമലായി എന്നോട് പെരുമാറിയെങ്കിലും ഞാൻ കടന്നു കയറിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ചേച്ചി സൂക്ഷിക്കണം, ഇത് അതിര് കടക്കുന്നു തോന്നുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇത് 2025 ഇവിടെ നമ്മൾ ചിന്തകളൊക്കെ മാറ്റണം. ഇതിൽ ഒരു പ്രശ്നവുമില്ല. നിനക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, എനിക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞ് ഒന്നിച്ചു ചേർന്ന് പോകാനുള്ള വലിയൊരവസരമുണ്ട്. സദാചാരവും പണ്ടത്തെ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. കണ്ടപ്പോഴേ എനിക്ക് നല്ല താല്പര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ജീവിതത്തിൽ. കാരണം ഇഷ്ടമുള്ളത് സ്വന്തമാക്കുക എന്നുള്ളതാണ് ആദ്യം. അല്ലാതെ ദീർഘകാലം തുടർന്നുകൊണ്ട് പോകുക, ബന്ധങ്ങൾ വഷളാക്കുക, അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. രണ്ടുപേർക്ക് പ്രശ്നമുണ്ടാകാതെ വളരെ പ്രാക്ടിക്കലായുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിനക്ക് വിഷമമില്ലെന്ന് എനിക്കറിയാം. അഥവാ വിഷമുണ്ടെങ്കിലും ഈ ചേച്ചി ഒരിക്കൽ സവാരി ചെയ്യാതെ ഇറങ്ങി നടക്കില്ല മോനെ. ചേച്ചി ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൈവരിക്കാതെ തിരിച്ചു പോയ ഒരു ചരിത്രമേ ഇല്ലെന്ന് പറഞ്ഞു. അവൻ ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും ചേച്ചിയുടെ കരവിരുതിൽ അവൻ്റെ ശില്പങ്ങൾ മെനഞ്ഞു വന്നു. ഒരു വട്ടം അമ്മ കുറച്ചൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് മുൻകൂർ എല്ലാം പറഞ്ഞു. അമ്മേ, റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നൊരു ഫാമിലിയാണ് രണ്ടിടത്തും. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ കേപ്പബിളാണെന്ന്. അതുകൊണ്ട് അമ്മ ഈ കാര്യം മറന്നേക്കൂ. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിനുള്ളിൽ മാത്രമാണ് ഞാനിന്ന് ചാഞ്ചാടുന്നത്. ഭർത്താവ് സംശയിക്കത്തക്ക ഒരു സാഹചര്യത്തിലും ഞാൻ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മ ഒന്ന് മൂളി. അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും ഉത്തരമില്ലായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ നിൻ്റെ ഈ ജീവിതം നീ സംരക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും കോട്ടം തട്ടില്ല അമ്മേ. പകൽ ഞാനിവിടെ ഉണ്ടല്ലോ, അവനിവിടെ ഉള്ളപ്പോൾ. അങ്ങനെയുള്ള സമയത്ത് അമ്മ എനിക്ക് വേണ്ടി ഒന്ന് കണ്ണടയ്ക്കണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എടീ പെണ്ണേ, നിൻ്റെ ഒടുക്കത്തെ സ്വഭാവം കൊണ്ട് കണ്ണടച്ച് ഇങ്ങനെയായി. അവസാനം നീ എനിക്കിട്ട് പാര പണിയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാനത് വിദഗ്ധമായി മാനേജ് ചെയ്യും. സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട് സവാരികളുടെ മേളമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, അവിടെ ചുറ്റിത്തിരിഞ്ഞ് ഞാൻ നന്നായി കറങ്ങും. അതെൻ്റെ പണ്ടേയുള്ള സ്വഭാവമാണ്. ഇതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. മാഡം പറയുമായിരിക്കും എനിക്ക് ഭ്രാന്തമായ എന്തെങ്കിലും മനോപ്രശ്നമാണെന്ന്. അങ്ങനെയാണെങ്കിലും അങ്ങനെയാണ് കാര്യം. ഞാൻ പിടിച്ച പുളിങ്കൊമ്പിൽ ഞാനൊന്ന് നന്നായി ആടി നോക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ്. ആരാണ് കാരണം, എങ്ങനെയാണ് കാരണം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കും അമ്മയ്ക്കും വ്യക്തമായിട്ടറിയാം ഇതിന് കാരണം ആരാണെന്ന്. പക്ഷേ ഭർത്താവും വീട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ ഇപ്പോൾ സന്തോഷത്തിൻ്റെ പൂരക്കൊടിയേറ്റമാണ് അവിടെ. എന്നാലും എനിക്ക് കുറ്റബോധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശേഷം കുറ്റബോധമില്ല. കാരണം ജീവിതം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. ഞാൻ സന്തോഷവതിയാണ്. ചെക്കൻ പേടിയോടുകൂടി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിലൊക്കെ അവകാശികൾ വേറെയുണ്ട്, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന്. എല്ലാത്തിനും വളരെ വളരെ ലഘുവായ വഴികളുണ്ട് മാഡം. അത് മനുഷ്യൻ തിരിയുന്നില്ല. ചെറിയ കാര്യങ്ങൾ പോലും മനുഷ്യൻ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. മാഡം എൻ്റെ ഈ അനുഭവം വായിക്കുമോ, അതോ സദാചാര വാക്കുകളാൽ എന്നെ വഴക്ക് പറയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ വഴക്കൊന്നും പറയുന്നില്ല. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും അനുകരിക്കല്ലേ എന്ന് മാത്രം ഞാൻ മറ്റുള്ളവരോട് പറയും. കാര്യം ഇങ്ങനെയുള്ള കഥകളൊന്നും മഹത്തായ ജീവചരിത്രമോ എന്തെങ്കിലും നേടിയെടുത്ത ഒരു കാര്യമോ ട്രഷർ ഹണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് മറ്റൊരാൾ അനുകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സക്സസ് ആകും എന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്ത കഥകളായതുകൊണ്ട് ഇതൊക്കെ മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന കഥകളാണ്. അനുകരണീയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. അത് എപ്പോഴും അങ്ങനെ തന്നെ പറയും.